2020 ജനുവരി 3-ാം തീയതി അന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവൻ ജനറൽ ഖ്വാസിം സുലൈമാനിയെ ഇറാഖിൽ വെച്ച് ഒരു ഡ്രോൺ ഉപയോഗിച്ചാണ് അമേരിക്ക വധിക്കുകയാണ്. ഈ വാർത്ത ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം പോലും സൃഷ്ടിക്കുന്ന സാഹചര്യമായിരുന്നു അന്ന് രൂപീകരിക്കാൻ കാരണമായത്. പിന്നീട് അങ്ങോട്ട് മാസങ്ങളോളം നീണ്ടുനിരുന്ന ഒരു ഡിപ്ലോമാറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഇത് മാറപ്പെട്ടപ്പോൾ ഇന്നും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒരു ലോസ്റ്റ് ലെവലിലോട്ട് എത്താനുള്ള കാരണങ്ങളൊന്നായിട്ട് ഇതിനെ വിശകലനം ചെയ്യാൻ സാധിക്കും. ഇന്ന് 4 വർഷങ്ങൾ കഴിയുമ്പോൾ അതേ ഒരു സെയിം സിറ്റുവേഷനാണ് ഇറാനിൽ നിന്നും ലെബനിൽ നിന്നും പുറത്തു വരുന്നത്. Although Israeli army spokesperson Daniel Hagari, who did not directly comment on Arouri's killing, said that the military is highly prepared for any scenario in its aftermath. വീണ്ടും ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന് കൂടുതൽ കരുത്തു വരുന്ന ഒരു കാര്യമായിട്ട് മാറാൻ സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട ഇഷ്യൂസാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം ഖ്വാസിം സുലൈമാനിയുടെ ഡെത്ത് ആനിവേഴ്സറിയുടെ അന്ന് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിന് സമീപത്ത് തന്നെ ഒരു ഇരട്ട ബോംബ് സ്ഫോടനം നടന്നിരിക്കുകയാണ്. ഈ ബോംബ് സ്ഫോടനത്തിൽ ഇതുവരെ 70ഓളം വരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാര്യമാണ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നത്. So we begin with breaking news out of Iran, where officials are saying that at least 50 people have been killed in 2 explosions during a ceremony to honor the slain Iranian general Qasem Soleimani. ഈ ഒരു ബോംബ് ബ്ലാസ്റ്റിന് തൊട്ട് മുമ്പായിട്ട് ലെബനനിൽ വെച്ച് ഹമാസിന്റെ സെക്കൻഡ് ഡെപ്യൂട്ടി കമാൻഡറെ ഇസ്രായേൽ വധിച്ചു എന്ന് പറയുന്ന വാർത്ത ഔദ്യോഗികമായിട്ട് പുറത്തു വന്നു. Israel's war against Hamas militants has reached Lebanon, and according to Hamas and security officials in Lebanon, an Israeli strike has killed Hamas's deputy leader. ഈ 2 സംഭവങ്ങളും പുതിയൊരു പ്രശ്നത്തെയാണ് നമുക്ക് മുമ്പിൽ കാണിച്ചിരുന്നത്. എന്താണ് ഈ പ്രശ്നം? എന്താണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളുമാണ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്? വളരെയധികം വിശദമായിരിക്കുന്ന ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം. നമുക്കാദ്യം ലെബനനിൽ എന്താണ് സംഭവിച്ചെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. ലെബനനിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ബോംബ് ബ്ലാസ്റ്റ് സംഭവിച്ചിരുന്നു. ഇനിഷ്യലി ഒരു ബോംബ് ബ്ലാസ്റ്റ് ആണെന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ അതിനുശേഷമായിരുന്നു അതൊരു ഡ്രോൺ അറ്റാക്ക് ആണെന്ന് പറയുന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം ലെബനൻ്റെ സ്റ്റേറ്റ് റൺ മീഡിയയും ഹമാസിൻ്റെ സ്റ്റേറ്റ് റൺ മീഡിയയും കൺഫേം ചെയ്തു. ഈ ഒരു അറ്റാക്കിൽ ഹമാസിൻ്റെ സെക്കൻഡ് ഡെപ്യൂട്ടി കമാൻഡറായിരിക്കുന്ന സലേ അൽ അറൂറി കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സ്ഥിരീകരണം ഇന്ന് ഔദ്യോഗികമായിട്ട് വന്നിട്ടുണ്ട്. ആരാണ് ഈ സലേ അൽ അറൂറി? ഈ ഒരു ചോദ്യം പലരുടെ മനസ്സിൽ വന്നേക്കാം. കുറച്ച് മാസം മുമ്പ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലോട്ട് ഹമാസിൻ്റെ പടയാളികൾ എൻ്റർ ചെയ്തുകൊണ്ട് അവിടെ ഒരു ഭീകരാക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ 1200-ലധികം വരുന്ന ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ആക്രമണത്തിൻ്റെ മാസ്റ്റർ മൈൻഡായിട്ട് വിശേഷിപ്പിക്കുന്ന ആളാണ് ഈ ഒരു അറൂറി എന്ന് പറയുന്നത്. ഇയാളെ പിടികൂടാനായിട്ട് ഓൾറെഡി അമേരിക്ക $5 മില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ഔദ്യോഗികമായിരിക്കുന്ന ബൗണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹമാസിൻ്റെ മുഴുവൻ ലീഡേഴ്സിനെയും എലിമിനേറ്റ് ചെയ്യണമെന്ന് ഓൾറെഡി ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചാണ്. സോ ഈ 2 സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനൊരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഈ അറ്റാക്കാണ് ഇന്ന് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അത് കൂടുതൽ മേഖലയിലോട്ട് വ്യാപിക്കാൻ കാരണമായേക്കാമെന്നുള്ള ആശങ്ക ജനിപ്പിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് മാറുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അറൂറി ആരാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അറിയണം. ഇയാൾ 1983 ഈ ഒരു സമയത്തായിരുന്നു ആക്ടിവിസം കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തത്. പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു മേഖലയിലും ഗാസയിലും ഈ ഒരു വ്യക്തിക്ക് നല്ല പവറുണ്ട്. അതുകൊണ്ട് ഇനി ഈ വ്യക്തി പറയുന്നത് കേൾക്കാനും അതനുസരിക്കാനും കൂടുതൽ ആൾക്കാർ അണികളായിട്ട് പിറകിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലീഡറായിട്ടായിരുന്നു ഹമാസ് ഇയാളെ വളർത്തിയെടുത്തത്. സോ ഹമാസിൻ്റെ മോസ്റ്റ് സുപ്പീരിയർ ലീഡേഴ്സിൽ ഒരാളായിട്ട് ഇയാൾ മാറപ്പെട്ടപ്പോൾ പിന്നീട് അങ്ങോട്ട് പല സാഹചര്യങ്ങളും ഈ ഒരു വ്യക്തിയെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇസ്രായേൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടപ്പാക്കിയിരുന്നു. പക്ഷേ ആ നീക്കങ്ങളെല്ലാം ഈ ഒരു ഹമാസിൻ്റെ കൃത്യമായ ഇടപെടലോട് തകർക്കപ്പെട്ടു എന്നാണ് ഇന്ന് അൽ ജസീറ പോലത്തെ വാർത്താ മാധ്യമങ്ങൾ കൺഫേം ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ലെബനനിൽ വെച്ച് തൊട്ടടുത്ത രാജ്യത്തുള്ള അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ ബെയ്റൂട്ടിൽ വെച്ച് നടത്തിയിരിക്കുന്ന ഒരു അറ്റാക്കിലാണ് ഇയാളെ കൊന്നിരിക്കുന്നത്. സോ ഈ ഒരു കൊലപാതകം ഇത് എങ്ങനെയാണ് ഇന്ന് ഇസ്രായേൽ ഹമാസിൻ്റെ ആ ഒരു യുദ്ധത്തിൽ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നു എന്ന കാര്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അറൂറി എന്ന് പറയുന്ന വ്യക്തി ഹമാസിനെയും ഇറാനെയും ലെബനനെയും എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതായത് ലെബനൻ ഇപ്പോൾ ഭരിക്കുന്നത് ഹെസ്ബുള്ള എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഈ ഒരു ഹെസ്ബുള്ളയും ഹമാസും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഇവർ സംയുക്തമായി തന്നെ ഇസ്രായേൽ എതിർക്കാൻ പോകുന്നതായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. സോ ഹെസ്ബുള്ള ഹമാസ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ന് ഇസ്രായേൽ എതിർക്കുന്നുണ്ട്. സോ ഇവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുന്നത് ഇവരെയൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. സോ ഇറാൻ്റെ സപ്പോർട്ടോടുകൂടി ഹമാസും ഹെസ്ബുള്ളയും ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം നടപ്പായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹെസ്ബുള്ളയുടെ ക്യാപിറ്റൽ സിറ്റി ആയിരിക്കുന്ന ആ ഒരു ബെയ്റൂട്ടിൽ വെച്ചിട്ട് അറ്റാക്ക് നടത്തി ഹമാസിൻ്റെ ലീഡറിനെ ഇസ്രായേൽ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെസ്ബുള്ളയ്ക്കും ഒരേപോലെ തന്നെ ഹമാസിനും പ്രശ്നമായൊരു സാഹചര്യമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ കൂടുതലായൊരു പ്രശ്നമാക്കി മാറ്റിയെടുക്കാനായിട്ട് ഹമാസും ഹെസ്ബുള്ളയും ഒരുമിച്ച് ശ്രമിച്ചേക്കാമെന്നുള്ള കാര്യമാണ് ഇന്ന് പല എക്സ്പേർട്സും മുന്നോട്ട് വയ്ക്കുന്നത്.
ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായിട്ട് അവരുടെ മുഴുവൻ മേഖലയിലും ഇസ്രായേലിലെ മുഴുവൻ ഭാഗത്തായിട്ടും വാണിംഗ് നൽകുകയും എല്ലാ ജനങ്ങളോടും ജാഗ്രത പാലിക്കാനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഏത് സമയത്തും ഇതിനുള്ള തിരിച്ചടിയായിട്ട് ഒരു റിട്ടാലിയേഷൻ അറ്റാക്ക് ഹെസ്ബുള്ളയോ അല്ലെങ്കിൽ ഹമാസോ നടത്തിയേക്കാമെന്ന ഒരു ആശങ്ക ഇസ്രായേലിന് മുമ്പിലുണ്ട്. മാത്രമല്ല ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗികമായ വിശദീകരണം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു നീക്കം, ഇങ്ങനെ നടത്തിയിരിക്കുന്ന ഈ ഒരു അറ്റാക്ക്, ഇത് ഭീരുക്കളുടെ പ്രവൃത്തിയാണെന്നും ഇതൊരിക്കലും ഇസ്രായേൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന രീതിയിലാണ് ഇറാൻ ഇതിൽ അപലപിച്ചിരിക്കുന്നത്. സോ ഇറാൻ്റെ ഒരു അപലപനവും ഇറാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻറ്റ്സ് സൂചിപ്പിക്കുന്നത് ശക്തമായ തിരിച്ചടി ഹെസ്ബുള്ളയും ഹമാസ് നൽകുമെന്ന രീതിയിലാണെന്ന് ഇന്ന് പല അറബ് മീഡിയാസും കൺഫേം ചെയ്യുന്ന വാർത്തകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം, ഈ ലെബനനിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഹമാസിൻ്റെ ഡെപ്യൂട്ടി ലീഡർ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഗുരുതരമായൊരു പ്രശ്നമായിട്ട് മാറുമെന്ന് പറയുന്ന ആശങ്കയും ഇന്ന് കാണാൻ സാധിക്കുന്നതാണ്. ആ സമയത്താണ് ഇറാൻ വെച്ച് മറ്റൊരു അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഈ അറ്റാക്കിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മളിന്ന് ഇറാൻ ഏത് തരത്തിലുള്ള റോളാണ് ഈ ഒരു പ്രശ്നത്തിൽ നിർവഹിക്കുന്നുവെന്നും എന്ത് നേട്ടമാണ് ഇറാൻ സ്വന്തമാക്കുന്നു എന്നുള്ള കാര്യത്തെപ്പറ്റിയും അറിയണം. അതായത് ഇന്ന് ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ്റെ റീച്ച് എന്താണ്, ഇറാൻ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന കാര്യത്തിൽ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള അവസരമായിട്ടാണ് ഹമാസും ഇസ്രായേൽ തമ്മിലുള്ള സംഘർഷം ഇറാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സംഘർഷം തുടങ്ങി ഏതാനും മാസം കഴിയുമ്പോഴേക്കും ഏറ്റവും ഒടുവിൽ ഹമാസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലെ പല കപ്പലുകൾ ആക്രമിക്കുകയും പല കപ്പലുകളുടെ സർവീസിനെ സ്റ്റോപ്പ് ചെയ്യുകയും ശ്രമിക്കുന്നത് പുതിയൊരു ആശങ്ക, എക്കോണമിക്കൽ ഇമ്പാക്റ്റാണ് ലോകത്തിൻ്റെ പല മേഖലയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു പവർ ഹൗസ് ഇറാൻ ആയതുകൊണ്ട് ഇറാൻ്റെ റീച്ച്, ഇറാൻ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുന്ന അവസരമാണ് ഇറാൻ ലഭിച്ചിരിക്കുന്നത്. ആ അവസരം ഇറാൻ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇന്ന് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇനി നമുക്ക് എന്താണ് ഇറാൻ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. 5 ദിവസം മുൻപായിട്ട് ഇറാനിലൊരു പബ്ലിക് എക്സിക്യൂഷൻ നടന്നിരുന്നു. ഈ എക്സിക്യൂഷനിൽ സ്ത്രീ ഉൾപ്പെടെയുള്ള 4 പേരെയായിരുന്നു ഇറാൻ വധിച്ചത്. ഇവർ വധിക്കാനുള്ള കാരണം ഇവർ ഇസ്രായേലിലെ മൊസാഡിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തു എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചിട്ടാണ്. സോ ഈ 4 പേരെയും വധിച്ചു. അത് ഇന്റർനാഷണലി ചർച്ചാ വിഷയമായ ഒരു വാർത്തയായിട്ട് മാറപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ഇറാനിലും പല ട്വിസ്റ്റ് ആൻഡ് ടേൺ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജനറൽ ഖ്വാസിം സുലൈമാനി കൊല്ലപ്പെട്ട ആ ഒരു ദിവസം തന്നെ, അതായത് 2020 കൊല്ലപ്പെട്ടു, 4 വർഷം കഴിഞ്ഞ് 2024 അതേ ദിവസം ഈ വ്യക്തിയുടെ കല്ലറയ്ക്ക് സമീപത്ത് അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ തടിച്ചുകൂടിയിരുന്നു. ഇവർക്കിടയിൽ 2 ബോംബ് വലിച്ചെറിയപ്പെടുകയാണ്. ഈ ബോംബ് പൊട്ടിത്തെറിച്ചുകൊണ്ട് 73 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സ്ഥിരീകരണം ഔദ്യോഗികമായിട്ട് ഇറാൻ നടത്തിയിട്ടുണ്ട്. ഈ 2 വാർത്തയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് പല ഇന്റർനാഷണൽ മീഡിയം എക്സ്പേർട്സും ഇസ്രായേൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കാമെന്ന് പറയുന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. അതായത് ഇതുവരെയും ഒഫീഷ്യലായിട്ട് ഈ ഒരു അറ്റാക്കിനെ പിറകിൽ ആരാണെന്ന സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണെന്ന്. സോ ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഏത് തരത്തിലുള്ള അറ്റാക്കാണ്, ഇത് ആരാ നടത്തിയിരിക്കുന്ന കാര്യത്തെപ്പറ്റിയും ഇറാൻ കണ്ടെത്തണം. പക്ഷേ ഔദ്യോഗികമായിട്ട് ഈ അറ്റാക്ക് നടത്തിയ ആരാണെന്ന് പറയുന്ന ഒരു വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ തന്നെ ആയിരിക്കാമെന്ന് പറയുന്ന നിഗമനമാണ് ഇന്ന് പല എക്സ്പേർട്സും മുന്നോട്ട് വയ്ക്കുന്നത്. സോ ഇസ്രായേൽ ഇതിനു വേണ്ടി ഒരു അറ്റാക്ക് നടത്തണം, അല്ലെങ്കിൽ എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സാഹചര്യം, ഈ ഒരു ചോദ്യം പലരുടെ മനസ്സിലും വന്നേക്കാം. തീർച്ചയായിട്ടും ഇസ്രായേലിലെ പവർ എത്രത്തോളം എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇറാന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലും ഇതിനെ പല എക്സ്പേർട്സും വ്യാഖ്യാനിക്കുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതുവരെയും ഈ ഒരു പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ സാധിക്കില്ല. ബട്ട് എന്നിരുന്നാലും ഈ പ്രശ്നത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെപ്പറ്റി പരിശോധിക്കുമ്പോൾ ഇതൊരു പക്ഷേ ഇറാൻ്റെ അകത്തിനുള്ള പല റിബൽ ഗ്രൂപ്പുകളായിരിക്കാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അനുമാനിക്കാൻ സാധിക്കും. കാരണം ഏറ്റവും ഒടുവിൽ ഇറാനിൽ പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. സ്ത്രീകൾ അവരുടെ അവകാശത്തിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ പ്രൊട്ടസ്റ്റ് വയലൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. അവസാനം പലരെയും ജയിലടയ്ക്കാനായിട്ട് ഇറാൻ്റെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. സോ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ മേ ബി ഒരു അറ്റാക്ക് നടത്തിയിരിക്കാമെന്നൊരു കാര്യം ഇന്ന് ട്വിറ്ററിലൊരു ചർച്ചാ വിഷയമായിട്ട് കാണാൻ സാധിച്ചത്. സോ അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല ഇറാൻ ഒരു ഷിയ വിഭാഗമായതുകൊണ്ട് തന്നെ ഇറാനെ എതിർക്കുന്ന ചില സുന്നി വിഭാഗത്തിൽപ്പെടുന്ന മൈനോറിറ്റി ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കാമെന്ന് പറയുന്ന ആശങ്കയും ഇന്ന് കാണാൻ സാധിക്കും. സോ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ പോസിബിലിറ്റീസ് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇതിന് പിറകിൽ ഇസ്രായേലോ അമേരിക്ക ഉണ്ടായിരിക്കുമെന്ന സാഹചര്യവും ഇവിടെ ഒഴിവാക്കിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം ഇന്ന് പലതരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഇവിടെ വലിച്ചിടാനുള്ള കാരണം എന്താണ്? ഇസ്രായേൽ എന്തുകൊണ്ട് ഇറാൻ നടന്നൊരു അറ്റാക്കിന് പിറകിൽ ഉണ്ടായിരിക്കാമെന്ന രീതിയിൽ സംസാരിക്കാൻ സാധിക്കും? ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കും. ആ ഒരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പൊളിറ്റിക്കൽ പ്രോബ്ലത്തെ പറ്റി കൂടി അറിയേണ്ടതുണ്ട്. ഇസ്രായേൽ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കറന്റ് പോപ്പുലാരിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ലോ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് വെറും 15% ആൾക്കാർ മാത്രമേ ബെഞ്ചമിൻ നെതന്യാഹു ഇനിയും അധികാരത്തിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നുള്ളൂ. സോ ബാക്കിയുള്ള 85% ആൾക്കാരും ബെഞ്ചമിൻ നെതന്യാഹുവിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. സോ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണം ഓൾറെഡി അവസാനിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യം ആയതുകൊണ്ട് ഒരു ഇന്റർമീഡിയറ്റ് ഗവൺമെൻറ് അവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഹെഡായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും അധികാരത്തിലുള്ളത്.
സോ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യമല്ലാതെ പോപ്പുലാർ ഡിക്രീസ് ചെയ്ത് വരുന്നതല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്ത കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഇസ്രായേൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് അത് വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതായത് ഇസ്രായേലിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു പ്രൊട്ടസ്റ്റ് പ്രതിഷേധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഗവൺമെൻറ് പുതിയൊരു റീഫോം കൊണ്ടുവരുന്നുണ്ട്. ഈ റീഫോം പ്രകാരം അവിടുത്തെ ഭരണകൂടത്തിന് സുപ്രീം കോടതിക്ക് മേൽ ഒരു അധികാരം നൽകുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. ആ സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പല രാഷ്ട്രീയക്കാർക്കും അഴിമതി നടത്തി ഈസിയായിട്ട് ഊരിപ്പോകാൻ സാധിക്കുന്നതുകൊണ്ട് ജനങ്ങൾ അതിനെതിരെ വ്യാപകമായിട്ട് പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് സുപ്രീം കോടതിന് ഔദ്യോഗികമായിട്ട് ആ ഒരു ബില്ല് അങ്ങനൊരു ലീഗലൈസേഷൻ നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിക്കും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് 8 പേർ വോട്ട് ചെയ്തുകൊണ്ട് 8 ജഡ്ജിമാർ വോട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ലീഗലൈസേഷൻ ബില്ല് പൂർണ്ണമായിട്ടും റദ്ദാക്കാനായിട്ടുള്ള പ്രഖ്യാപനം നടപ്പാക്കിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനവും ബെഞ്ചമിൻ നെതന്യാഹുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ 2 സാഹചര്യം, പോപ്പുലാരിറ്റി ഇല്ല, മറുഭാഗത്ത് ഓൾറെഡി കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് റദ്ദാക്കപ്പെട്ടു, ഇനി ജനങ്ങൾ എത്രത്തോളം ഇതിനെ എതിർക്കുമെന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ സിറ്റുവേഷൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് മാറുന്നതുകൊണ്ട് തന്നെ ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു തന്നെയായിരിക്കാം ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്ന രീതിയിൽ പോലും പല എക്സ്പേർട്സും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഒപ്പീനിയൻസ് മാത്രമാണ്. നിങ്ങളുടെ ഡിസ്കഷൻ നടക്കുന്നതെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങളോട് അറിയിച്ചാൽ മാത്രം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായേക്കാമെന്നുള്ള കാര്യം ഇവിടെ കാണാൻ സാധിക്കും. സോ ബെഞ്ചമിൻ നെതന്യാഹു മറുഭാഗത്ത് അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ഈ ഒരു യുദ്ധം, ഹമാസും ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം നീട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും കാണാൻ സാധിക്കും. ഓൾറെഡി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിൻ്റെ നീക്കങ്ങൾക്കെതിരായിട്ട് ഇസ്രായേൽ നടപ്പാക്കുന്ന ഈ ഒരു നീക്കം മുഴുവനായിട്ടും മാസങ്ങളോളം നീണ്ടുപോകുമെന്ന കാര്യത്തെപ്പറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ പ്രഖ്യാപനങ്ങളെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ യുദ്ധം തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്നത് പലർക്കുമുള്ള ആവശ്യമായിട്ട് കാണാൻ സാധിക്കും. കാരണം വൈകാതെ അമേരിക്കയിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആകണമെങ്കിൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനായിട്ടും റെഡ് സീയിലെ സാഹചര്യവും ഹമാസും ഇസ്രായേലും തമ്മിലെ സംഘർഷവും എല്ലാം അമേരിക്ക അനുകൂലമായിട്ട് മാറ്റുമെന്ന് പറയുന്ന അഭിപ്രായം കേൾക്കാൻ സാധിക്കും. ഓവറോളായിട്ട് ഇറാനിലും ലെബനനിലും സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഇഷ്യൂ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2024 ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അത്ര നല്ല വർഷമായിരിക്കില്ല എന്ന് പറയുന്ന ആശങ്ക വീണ്ടും ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെന്താണ് ഈ ഒരു കാര്യങ്ങളെപ്പറ്റി തോന്നുന്നത്? ഈ ഒരു അറ്റാക്കിന് പിറകിൽ ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി ആയിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.